ഞാൻ ചൈനയ്ക്ക് പോയി പറഞ്ഞു വിട്ട് അവർ തിരിച്ചു വന്നിരിക്കുക. അന്നവരൊക്കെ വലിയ വളരെ സന്തോഷത്തിലും വലിയ ആവേശത്തിലുമാണ്. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം നടക്കുന്നത്, വികസനം നടക്കുന്നത് ചൈനയിലാണ്. വന്നേ ശിവനോട് പറഞ്ഞത് ഇപ്പൊ പത്രക്കാരുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു. അവിടെ വലിയ മാറ്റമാണ്, വികസനമാണ്. അല്ലാതെ അവിടുത്തെ വികസനത്തെ കുറിച്ച് അവർക്ക് യാതൊരു തെറ്റിദ്ധാരണയും ഇല്ല. വലിയ മാറ്റമാണ് നടക്കുന്നത്, വലിയ വികസനമാണ് നടക്കുന്നത്. അത് നമുക്ക് മാതൃകയാണെന്ന് തന്നെയാണ് അഭിപ്രായം. പക്ഷെ അവരവിടെ എല്ലാം പോയി ഒരു കാര്യം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. അത് മാത്രം ഞാൻ പറയുന്നില്ല. അപ്പോ ലോകം കാണണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ വന്നപ്പോ സിലിക്കൺ വാലി പോകണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന 5 പേരുടെ ഒരു ടീമിനെ ഉടനെ തന്നെ സിലിക്കൺ വാലി സ്വാഭാവികമായും അതുപോലെ അതിൽ കൂടുതൽ വേണം എന്നുള്ള ആവശ്യമൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഒന്ന് പോയേച്ച് വന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്താന്നുള്ളത് ആലോചിക്കാം. ഏതായിരുന്നാലും ഇത് കാണിക്കുന്നത് ഗവൺമെന്റ് ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു വലിയ മാറ്റത്തിന്റെ ഒരു സൂചനയാണ്. നമുക്ക് ഇവിടെ വൻകിട നിക്ഷേപങ്ങൾ വരുന്നതിനേക്കാൾ സന്തോഷകരമായിട്ടുള്ള നമ്മളുടേതായ ഒരു മുന്നേറ്റമാണ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. അതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും. നമുക്ക് ആ കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഇവിടെ മാധ്യമങ്ങൾ എല്ലാം ഉണ്ട്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതൊരു വലിയ കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു സംരംഭമായിട്ടാണ് ഞാൻ ഈ സ്റ്റാർട്ടപ്പിനെ കാണുന്നത്. മാധ്യമങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഇവർക്ക് കൊടുക്കണം. ഇവര് പിന്നെ ലോകത്തെവിടെയുമുള്ള വിദഗ്ധരായിട്ടുള്ളവർ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അവരൊക്കെ കൂട്ടുകാരൻ ഒന്നിച്ചിരുന്ന് ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിൽ പരസ്പരം സംസാരിച്ച് പല ആശയങ്ങൾ കൊണ്ടുവന്ന് പല ആശയങ്ങളും പ്രായോഗികമല്ലാതെ വന്ന് പിന്നെ പ്രായോഗികതയിലേക്ക് എത്തി, വിജയത്തിലേക്ക് എത്തി, നേട്ടങ്ങളിലേക്ക് പോകുന്ന അത് നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അതിനെല്ലാ വിധത്തിലുള്ള എൻകറേജ്മെന്റും ഗവൺമെന്റ് കൊടുക്കും, മാധ്യമങ്ങൾ കൊടുക്കണം, ഇവിടുത്തെ സമൂഹം കൊടുക്കണം. ഇതൊക്കെ എല്ലാവിധ വിജയങ്ങളും ആശംസിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.